നമ്മുടെ മുൻപാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. അവനോട് അവനൊരു കുറ്റവും ചെയ്തു
അവൻ എന്തു കുറ്റം ചെയ്തു എന്ന് ചോദിച്ചു. ഉടനെ അവർ കൂടുതൽ ഉച്ചത്തിൽ നിലവിളിച്ചു, അവനെ ക്രൂശിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ പീലാത്തോസ് ജനക്കൂട്ടത്തിന്റെ ഇഷ്ടം പോലെ ചെയ്യുവാൻ നിശ്ചയിച്ചു. ബറാബാസിനെ അവർക്ക് വിട്ടുകൊടുക്കുകയും വിശുദ്ധപുരാനെ ചമ്മട്ടി കൊണ്ട് അടുപ്പിച്ച ശേഷം കുരിശിനെ തറയ്ക്കുന്നതിന് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. പ്രധാനാചാര്യന്മാരും ജനപ്രമാണികളും അവനെതിരെ കുറ്റം ചുമത്തിയപ്പോൾ യേശുപുരാൻ യാതൊരു മറുപടിയും പറഞ്ഞില്ല. അപ്പോൾ പീലാത്തോസ് അവനോട്, ഇവർ നിനക്ക് വിരോധമായ എന്തെല്ലാം സാക്ഷ്യമാണ് നൽകുന്നതെന്ന് നീ കേൾക്കുന്നില്ലേ എന്ന് ചോദിച്ചു. അവൻ അതിനൊരു വാക്കുപോലും മറുപടി പറഞ്ഞില്ല. നിമിത്തം പീലാത്തോസ് അത്യന്തം ആശ്ചര്യപ്പെട്ടു.
എന്റെ പുത്ര നീ എവിടേക്ക് പോകുന്നു? എന്റെ വാത്സല്യവാനെ നീ എവിടേക്ക് പോകുന്നു? ഇവർ നിന്നെ എവിടേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു എന്ന് പ്രാവിനെ പോലെ കുറെ കരയുവാൻ തുടങ്ങി. അയ്യോ, നിഷേധികളായ ജനത്തിന്റെ കാര്യം നീ നിന്നെ എന്തിനു ഏൽപ്പിച്ചു കൊടുത്തു? എന്റെ പുത്ര എനിക്ക് കഷ്ടം, എന്റെ വാത്സല്യവാനെ എനിക്ക് കഷ്ടം. എന്ന് നിനക്ക് എന്ത് സംഭവിച്ചു? ഞങ്ങൾക്ക് വേണ്ടിയുണ്ടായ നിന്റെ കഷ്ടാനുഭവം ഞങ്ങളെ പ്രതിയുള്ള നിന്റെ താഴ്മയും വാഴ്ത്തപ്പെട്ടതാകുന്നു. പുറപ്പെട്ടപ്പോൾ തന്റെ സ്ലീബായെ തോളിൽ വഹിച്ചു. സങ്കടത്തോടെ തന്നെ കുറിച്ച് കരയുവാനും പ്രായ സ്ത്രീകൾ കൂട്ടമായി കൂടി. തന്റെ മാതാവും അവളെ അറിയുന്ന എല്ലാവരും ദൂരത്തു നിന്ന് മാതാവ് വലിയ സങ്കടത്തോടും ദുഃഖത്തോടും കൂടെ, എന്റെ പുത്ര നീ എവിടേക്ക് പോകുന്നു?
എന്റെ വാത്സല്യവാനെ നീ എവിടേക്ക് പോകുന്നു? ഇവർ നിന്നെ എവിടേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നുവെന്ന് പ്രാവിനെ പോലെ കുറെ കരയുവാൻ തുടങ്ങി. അയ്യോ നിഷേധികളായ ജനത്തിന്റെ കൈകൾ നീ നിന്നെ എന്തിനു ഏൽപ്പിച്ചു കൊടുത്തു? എന്റെ പുത്ര എനിക്ക് കഷ്ടം, എന്റെ വാത്സല്യവാനെ എനിക്ക് കഷ്ടം. എന്ന് നിനക്ക് എന്ത് സംഭവിച്ചു? ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടായ നിന്റെ കഷ്ടാനുഭവം ഞങ്ങളെ പ്രതിയുള്ള നിന്റെ താഴ്മയും വാഴ്ത്തപ്പെട്ടതാകുന്നു. സ്ലേബാതോളിന്മേൽ താങ്ങി ബഹു സങ്കടവും
എന്റെ വാത്സല്യവാനേ, കരുതും ഇന്ന് നിനക്ക് എന്ത് സംഭവിച്ചു? ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടായതിന്റെ നിഷ്ഠാനുഭവവും ഞങ്ങളെ പ്രതിയുള്ള നിന്റെ താഴ്മയും വാഴ്ത്തപ്പെട്ടതാകുന്നു. അവനോട് വെച്ച് ക്രൂശിക്കപ്പെട്ട ദുഷ്കർമ്മികൾ
യേശുവിനോട് എന്റെ കർത്താവേ, നിന്റെ രാജ്യത്ത് വരുമ്പോൾ എന്നെ ഓർക്കണമേ എന്ന് അപേക്ഷിച്ചു. യേശു അവനോട് സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നീ എന്ന് എന്നോട് വിളിച്ച് പരദീസായിരിക്കുമെന്ന് മരണം ചെയ്തു. യേശുവിന്റെ പുരുഷനരികെ അവരുടെ മാതാവും മാതൃ സഹോദരിയും മറിയാമും മഗ്ദലക്കാരി മറിയാമും നിന്നിരുന്നു. മാതാവും തന്നെ സ്നേഹിച്ചിരുന്ന ശിഷ്യനും നിൽക്കുന്നത് കണ്ട് മാതാവിനോട് യേശു, സ്ത്രീയെ ഇതാ നിന്റെ മകനെന്ന് പറഞ്ഞു. പിന്നെ ആ ശിഷ്യനോട് ഇതാ നിന്റെ അമ്മ എന്നും പറഞ്ഞു. അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവന്റെ ഭവനത്തിൽ അവളെ സ്വീകരിച്ചു. പറയോ സെഗത്തോ എന്റെ നാഥ, നിന്റെ ശബ്ദം കേട്ടിട്ട് ഞാൻ ഒളിച്ചിരിക്കുകയാകുന്നു എന്നവൻ ലജ്ജയോടെ ഉത്തരം പറഞ്ഞു. നീ ക്രോധവും കോപവും കൊണ്ട് അനുസരണമില്ലാത്തവനായ ദാസ, നീ നിന്റെ അവകാശം വിട്ട് മുളഞ്ഞ ശപിക്കപ്പെട്ട ഭൂമിയിലേക്ക് പോകുക എന്ന് അവനോട് കൽപ്പിച്ചു. ഈ വെള്ളിയാഴ്ച അവൻ കർത്തകൽപ്പനയാൽ പർദീസായിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെട്ടു. അവന്റെ സഹായത്തിനായി സൃഷ്ടിക്കപ്പെട്ട ഹവ്വയോടുകൂടെ ഈ ദുഃഖകരമായ ജീവിതത്തിലേക്ക് അവൻ തള്ളപ്പെട്ടവനായിരുന്നു.
അനന്തരം സകലവും നിവൃത്തിയായി നിറഞ്ഞ് തിരുവെടുത്താൽ നിവർത്തിക്കപ്പെടുന്നതായ യേശു എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ ചുരുക്ക് നിറഞ്ഞ അവൻ മാത്രം വെച്ചിരുന്നു. അവർ ചുരുക്കായി മുക്കിയ ഈ സോപ്പ് തണ്ടന്മേൽ വെച്ച് വായോ പിടിപ്പിച്ചു. എന്നാൽ മറ്റുള്ളവർ വരട്ടെ എന്ന് രക്ഷിക്കുവാൻ വരുമോ എന്ന് കാണാമെന്ന് പറഞ്ഞു. യേശുതമ്പുരാൻ ചുരുക്ക സ്വീകരിച്ചു. ഇതാ സർവ്വം നിവൃത്തിയായിരിക്കുന്നു എന്ന് പറഞ്ഞു. യേശുതമ്പുരാൻ ഉച്ചതലത്തിൽ നിലവിളിച്ചു, എന്റെ പിതാവേ, ഞാൻ നിന്റെ ആത്മാവിനെ നിന്റെ കൈകളിൽ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് തലതാഴ്ച ആത്മാവിനെ സമർപ്പിച്ചു. ഉടനെ ദേവാലയത്തിലെ തിരുശീല മേൽത്തൊട്ടാടി വരെ രണ്ടായി കീറിപ്പോയി. ഭൂമി കുലങ്ങി, പാറകൾ പറന്നു, ശവക്കലറുകൾ തുറക്കപ്പെട്ടു. വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ ഉയർത്തു. അവന്റെ പുനരുദ്ധാനത്തിന്റെ ശേഷം അവർ ശവകുടീരങ്ങളിൽ നിന്ന് പുറത്തു വന്ന് വിശുദ്ധ പട്ടണത്തിൽ പ്രവേശിച്ച പലർക്കും കാണപ്പെട്ടു. ഭൂമികളൊക്കവും മറ്റും സംഭവങ്ങളും കണ്ടിട്ട് യേശുവിനെ കാത്തുകൊണ്ടിരുന്ന ശതാധിപനും കൂടെയുള്ളവരും വളരെ ഭയപ്പെട്ടു. ഇവൻ സത്യമായും ദൈവത്തിനായിരുന്നു എന്ന് പറഞ്ഞു. യേശുവിനെ പരിചരിച്ചുകൊണ്ട് ഗലീലയിൽ നിന്ന് കേൾത്തിരുന്ന പല സ്ത്രീകളും അകലെ നിന്ന് നോക്കുന്നുണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ മറ്റക്കാരും അറിയാവും, യാക്കോബിന്റെയും യോസയുടെ മാതാവുമായ മറിയാമും സബദിപുത്രന്മാരുടെ മാതാവും ഉണ്ടായിരുന്നു. അർക്കമാലും അറിയോ ഞങ്ങളുടെ നിത്യ ദൈവമേ, നിന്റെ ശ്രീമായ
പൂർണ്ണദൈവത്തോടുകൂടി ഞങ്ങൾ ജീവിക്കുകയും ചെയ്യുമാറാകെ യേശുവിന്റെ ശരീരം എടുത്തു മാറ്റി മുമ്പ് രാത്രിയിൽ
പലതരമാ
ജലനികരത്തിൻ നലപോലെ ഋഷികൾ പറഞ്ഞും ആർപ്പോടും ദുർമുഖ ജനസംസാരങ്ങൾ വഷളുകൾ പറയും നീചന്മാർ പെരുമഴ പോലെ ആനേരം തൽക്ഷണമരികിൽ കണ്ടേ ഞാൻ മേജഗജട പൂണ്ടൊരു കൂട്ടം പാചകമൂക രൂപത്താ നീജഗണങ്ങൾ വന്നെത്തി കഠിനജരങ്ങൾ ആർക്കുന്നു മടി കൂടാതെ തുപ്പുന്നു പരിഹാസങ്ങൾ പറയുന്നു ഇടമുറിയാതെ അടിക്കുന്നു ക്രൂരതയോടെ തിരുചേവിയും രോമങ്ങളെയും പരിചയോ രക്താംബരത്തെ തൻ്റെ പരിഹാസത്തോടണിയിച്ചു മുൾമുടി വച്ചു തൻ തലയിൽ വൻകുരിശേറ്റി തൻ തോളിൽ വലിയൊരു കോലും തൻ കൈയിൽ ഈ വിധമേശു മലകേറി ചെറിയൊരു മലയാ ഗോകുൽത്താ അതിലൊരു വഴി ഞാൻ പോകുമ്പോ അതിബഹളങ്ങൾ കേട്ടതിനാ അതിനു സമീപം ചെന്നെത്തി ആത്മാക്കളെ രക്ഷിച്ചൊരു നിൻ സ്ലീബായി നമിച്ചെങ്ങൾ ചോരനോടൊപ്പം ചൊല്ലുന്നു മസിഹ ഓർക്കങ്ങളെ നീവൻ നീടുമ്പോ ഞങ്ങളുടെ ആത്മതനാലെ രക്ഷയുണ്ടായെന്ന സ്ലീബായെ ഞങ്ങൾ കുമ്പിടുന്നു മശിഹ തമ്പുരാനെ നീ എഴുന്നള്ളി വരുമ്പോ ഞങ്ങളെ ഓർക്കണമെന്ന് കള്ളനോടുകൂടി ഞങ്ങളും ചൊല്ലുന്നു കുരിശ് ചുവന്ന് നിൽക്കുന്നു കരുണാകരനാ മശിഹാതൻ കാൽക്കരമെല്ലാം കുരിശേറ്റി ആണികളവമേലോരോന്നാ പ്രാണികളെ പോൽ തറച്ചയ്യോ ആറാം പണി
ഇവർ പാപം അറിയാതെയോ ചെയ്യുന്നു. ക്ഷമയരുളണമേ നിന്റെ പ്രിയദേവനിതം പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ ആത്മത്തിന് അതിനാലേ രക്ഷയുണ്ടായെന്ന ഞങ്ങളുടെ ആത്മതിനാലേ രക്ഷയുണ്ടായെന്ന ശ്ലീബായെ ഞങ്ങൾ കുമ്പിടുന്നു. ശ്ലീബായെ ഞങ്ങൾ കുമ്പിടുന്നു. മശിഹാ തമ്പുരാനെ നീ എഴുന്നള്ളി വരുമ്പോ മശിഹാ തമ്പുരാനെ നീ എഴുന്നള്ളി വരുമ്പോ ഞങ്ങളെയും ഓർക്കണമെന്ന് ഞങ്ങളെയും ഓർക്കണമെന്ന് കള്ളനോടുകൂടി ഞങ്ങളും ചൊല്ലുന്നു. കള്ളനോടുകൂടി